നമ്മളെ പയ്യോളിയ ബീച്ച് റോഡും പല തരത്തിൽ ചായക്കൂട്ടൽ നിറച്ച് വെച്ച ഈ അലമാരയും മുന്നിൽ ചിരിച്ചോണ്ട് നിൽക്കുന്ന മണിയേട്ടനെ കണ്ടാൽ തന്നെ അറിയാലേ ഇതേതാ പീടിയാന്ന്. വടകരയെന്ന് പയ്യോളി വന്നിറങ്ങിയാൽ നമുക്കൊരു ചായ നിർബന്ധമാട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും ബേക്കറിയിൽ നിന്ന് കുടിക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ചായപ്പൊടിയിൽ നിന്ന് കുടിക്കൂ. ഇന്ന് നമ്മൾ ഈ വടക്കേലെ പീടിയിൽ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആയാലും എപ്പോഴും അവിടെ നല്ല തിരക്കാന്നേ. ഇന്നും നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ പോയ സമയത്തും കുഞ്ഞിരാമാട്ടനൊക്കെ ഉണ്ട്, പാർസലും വാങ്ങി ഇങ്ങനെ പോകുന്നു. ലൈവായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് എണ്ണക്കടികളും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ട് ആടാ. പക്ഷേ ഞാൻ എപ്പം പോയാലും ഈ ഒരു പഴനിറച്ച വന്നേ വാങ്ങി തിന്നുക. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പഴനിറച്ച. അങ്ങനെ ഞാനൊരു പഴനിറച്ചതും സൗമ്യ ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങി കഴിച്ചിട്ടോ. പണ്ട് നമുക്ക് ആമിൻചാൻ്റെ വീട്ടിൽ നിന്ന് നോമ്പിന് പഴനിറച്ചതൊക്കെ കൊണ്ടുത്തരികനെ. അയ്യൊരു ടേസ്റ്റാട്ടോ, എനിക്കിത് എപ്പം തിന്നാലും തോന്നുക. ഒരുത്തി അപ്പുറത്തുനിന്ന് ചിക്കനൊക്കെ കടിച്ച് പറിക്കുന്ന കണ്ടോ നിങ്ങൾ. പഴനിറച്ചവും ചായയും കുടിക്കാൻ പോയ എന്നെ ഓള് കൊതിപ്പിച്ച് ഒരു ചിക്കൻ പീസും ഒരു പത്തിരിയിൽ വരെ എത്തിച്ച്. അങ്ങനെ ചൂടുള്ള ഒരു ചിക്കൻ പീസും ഒരു പത്തിരിയും ഞാനും തിന്നേ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇനിയിപ്പം വീട്ടിലെത്തിയാൽ ചോറൊന്നും വേണ്ട, നമ്മളെ വയറൊക്കെ ഏകദേശം ഫുള്ളായി. നമ്മളവിടുന്ന് ചായ കുടിച്ച് തിരിച്ചിറങ്ങുമ്പോഴും മണിയേട്ടെ കീ കൊടുത്ത പാവേൻ്റെ തൊട്ട് ഓർഡർ എടുത്തും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പീടിയ വരുന്നത് ബീച്ച് റോഡിൽ ഷൈനിങ് ബേക്കറിൻ്റെയും സെമീർ ബേക്കറിൻ്റെയും നടുവിലായിട്ടാണേ.